സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഗതിയില്ലാത്തവനാണ് ഇപ്പോൾ ലോക പോലീസ് ആകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ പോയ പാകിസ്ഥാന് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കരണം പുകച്ചുള്ള ഒരു അടിയാണ്. ലബനനിൽ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് സ്വന്തം പാർലമെന്റിൽ വീരവാദം മുഴക്കിയ പാക് പ്രധാനമന്ത്രിക്ക് ഇസ്രയേലിന്റെ ചുട്ട മറുപടി കേട്ട് ഇപ്പോൾ കറാച്ചിയിലിരുന്ന് വിയർക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ 107 ദിവസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാർ ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വലിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 3 മാസവും 16 ദിവസവും നീണ്ടുനിന്ന തങ്ങളുടെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നും ഇതൊരു വലിയ നയതന്ത്ര വിജയമാണെന്നും ഒക്കെയാണ് ഷെരീഫ് പാക് നാഷണൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചത്. ജൂൺ 19 സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ വെച്ച് നടക്കുന്ന ഒപ്പുവെക്കൽ ചടങ്ങിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്നും ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സൈനിക നടപടികൾ ശാശ്വതമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്നും അദ്ദേഹം അങ്ങ് തട്ടിവിട്ടു. എന്നാൽ ഇത് കേൾക്കേണ്ട താമസം ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ അതിശക്തമായ ബോംബ് മഴയാണ് വർഷിച്ചത്. സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇസ്ലാമിക ലോകത്തിന്റെ രക്ഷകനായി ചമയാനുള്ള പാകിസ്ഥാന്റെ വില കുറഞ്ഞ നാടകമാണ് ഇതോടെ പൊളിഞ്ഞു വീണത്. ലബനനിൽ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് അമേരിക്ക പറയുന്നത് കേട്ട് ഏറ്റുപറഞ്ഞ പാക് പ്രധാനമന്ത്രിയെ ഇസ്രയേൽ നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ വലിച്ചുകീറി ഒട്ടിക്കുകയായിരുന്നു. പിന്നീട് ഇസ്രയേലിനോട് ചോദിക്കാതെ ലബനൻ വിഷയം കരാറിൽ ഉൾപ്പെടുത്താൻ നീയൊക്കെ ആരാടാ എന്ന് തന്നെയാണ് ഇസ്രയേൽ പാകിസ്ഥാനോട് ചോദിക്കുന്നത്. ട്രംപ് ഉണ്ടാക്കിയ ഈ കരാർ തങ്ങൾക്ക് യാതൊരു വിധത്തിലും ബാധകമല്ലെന്നും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാത്ത ഒരുത്തന്റെയും കരാറിന്റെയും ഭാഗമാകേണ്ട ഗതികേട് തങ്ങൾക്കില്ലെന്നും ഇസ്രയേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ തുറന്നടിച്ചു. ഇസ്രയേൽ എന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് കീഴിലുള്ള ഒരു ബനാന റിപ്പബ്ലിക് അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് പാകിസ്ഥാനുള്ള ഒരു കൊട്ടായിരുന്നു. അത് പാകിസ്ഥാൻ നന്നായിട്ട് കൊണ്ടിട്ടുമുണ്ട്. തീവ്രവാദികളെ തുരത്തി തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ലബനനിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്നും അവർ പാകിസ്ഥാന്റെ മുഖത്തടിച്ചതുപോലെ തന്നെ പറയുകയും ചെയ്തു. ഇസ്രയേലിന്റെ ഈ രോഷം ഇറാനോടല്ല, മറിച്ച് വെറുതെ ഇടയിൽ കയറി കളിക്കുന്ന പാകിസ്ഥാനോടാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രയേലിനെ ചൊടിപ്പിക്കുക വഴി സ്വന്തം നെഞ്ചിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ തോക്ക് ചൂണ്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ വാക്ക് കേട്ട് ഇസ്രയേൽ ആയുധം താഴെ വയ്ക്കുമെന്ന് കരുതിയ പാകിസ്ഥാന്റെ മണ്ടത്തരമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്, അല്ലാതെ പാകിസ്ഥാനെ പോലെ കയ്യടി നേടാനുള്ള ഒരു PR സ്റ്റണ്ട് അല്ല. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദികളെ പോലെ തന്നെയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ വളർത്തുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും IRGCയും ഒക്കെ. ആ ഭീഷണിയെ വേരോടെ പിഴുതെറിയാതെ നെതന്യാഹു വിശ്രമിക്കില്ല. സ്വന്തം രാജ്യത്തെ തീവ്രവാദികളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ മൊസാദിനെയും ഇസ്രയേൽ പ്രതിരോധ സേനയും ഒക്കെ വെല്ലുവിളിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മറുപടിയൊന്നും പറഞ്ഞ് അബദ്ധം കാണിക്കാതെ പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. അഥവാ എന്തെങ്കിലും മിണ്ടിയാൽ ലബനൻ വിഷയത്തിൽ ഇസ്രയേലിനെ വരുതിയിലാക്കാൻ നോക്കിയ പാകിസ്ഥാന് ഇനി ഒരുപക്ഷെ കറാച്ചിയിലോ ഇസ്ലാമാബാദിലോ ഇസ്രയേലിന്റെ മിസൈലുകൾ വന്ന് പതിക്കുമോ എന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരും. കാരണം ഈ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ മേലും കീഴും നോക്കാത്ത ആളാണ്. അടി തുടങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് പോലും. പാകിസ്ഥാന്റെ ഈ അല്പത്തരത്തിന് ഇസ്രയേൽ നൽകുന്ന ഓരോ പ്രഹരവും ഇന്ത്യക്കാർക്ക് നൽകുന്ന വലിയ ആവേശം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.